പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. അതായത് 1201 വൃശ്ചിക മാസം 23-ാം തീയതി ചൊവ്വാഴ്ച മുതൽ 29-ാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. വർഷം വൃശ്ചിക മാസം 29 ദിവസം മാത്രമേ കാണുന്നുള്ളൂ. മറിച്ച് തുലാം, ധനു ഒക്കെ തന്നെ 30 ദിനങ്ങളാണ്. വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. സാധാരണ ചെറിയ രാശികൾ മകരം, കുംഭം, മീനം, ഈ രാശികളെല്ലാം തന്നെ 28, 29, 30 ദിനങ്ങൾ ആയി കാണാം. വൃശ്ചിക രാശി സാധാരണ വലിയ രാശിയാണ്. പക്ഷേ ഈ വർഷം വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. ധാരാളം സവിശേഷങ്ങളായ ദിനങ്ങളാണ് വൃശ്ചിക മാസത്തിൽ വന്നത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് അവസാനത്തെ ഈ ഒരു വാരം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല, മിഥുനൻ രാശിയിൽ വ്യാഴമിത അതിചാരം കർക്കിടകത്തിൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു. മിഥുനത്തിൽ വ്യാഴം, പിന്നീട് ചിങ്ങത്തിൽ കേതു, തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല, വൃശ്ചികൻ രാശിയിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ധനുരാശിയിൽ ചൊവ്വ മാറിക്കഴിഞ്ഞു, ധനുരാശിയിൽ ശക്തനായി, കുംഭത്തിൽ രാഹു, മീനത്തിൽ മാന്തി. ഇവിടെ ഒരു വാരക്കാലത്തെ ശുഭാശുഭം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് എന്ന ചർച്ചയാണ് നാം നടത്തുന്നത്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ രാശിയിൽ ചിങ്ങൻ രാശിയിൽ കേതുവുണ്ട്, 4-ാം ഭാവത്തിൽ രവി, ബുധൻ, ശുക്രൻ, 5-ൽ ചൊവ്വ, 7-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, 11-ാം ഭാവത്തിൽ വ്യാഴം, 12-ൽ ചന്ദ്രൻ. ഇവിടെ കർമ്മപതിയായ ഗ്രഹം കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്, അത് നല്ലതാണ്. 4-ാം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനുമുണ്ട്. പലപ്പോഴും ധാരാളം ശത്രുക്കളുടെ സാമീപ്യം വളരെയധികം അനുഭവിക്കപ്പെടുന്ന വാരമാണിത്. 12-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, ക്ഷുദ്രഹ അംഗഹീനോ വ്യയേ. ഇവിടെ 12-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ശശി ദ്വാദശേ ശത്രു നേത്രാദി ചിന്ത, ശത്രുക്കളെയും കണ്ണിനെയും ശ്രദ്ധിക്കണം. വിചിന്യ സദാ സദ്വയെ മംഗലാനി പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ. തൻ്റെ പിതാവിനെയും മാതാവിനെയും ചിന്തിച്ചിട്ട് വിഷാദം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. എന്നാൽ ചാപ്നോതി കാമം, പ്രിയ അല്പപ്രിയത്വം, തൻ്റെ പ്രിയയോട്, ഭാര്യയോട് ഇഷ്ടക്കുറവ് വരുന്ന വാരമാണ്. ഇവിടെ ചിങ്ങരാശിക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സിംഹയെ കുക്ഷി അക്ഷിജഹ രോഗ, കണ്ണിനും വയറിനും രോഗമാണ്. ഇവിടെ 5-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു, അഷ്ടമത്തിൽ ശനി നിൽക്കുന്നുണ്ട്. അതിനാൽ ഉദരസംബന്ധമായ രോഗങ്ങളെ, പൈൽസ് രോഗത്തെ വളരെയധികം ശ്രദ്ധിക്കണം, നേത്രരോഗങ്ങളെയും ശ്രദ്ധിക്കണം. ഭാഗ്യാധിപനായ വ്യാഴമാണ് ചൊവ്വ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. പലപ്പോഴും സന്താന വിഷയത്തിന് വളരെ അനുകൂലമായ സമയമാണ്. ഇവിടെ സന്താനപതിയായ ഗ്രഹം 5-ാം ഭാവാധിപൻ ധനുരാശി അധിപനായ വ്യാഴം 11-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഭാഗ്യാധിപനായ ചൊവ്വയെ നോക്കുന്നതായാൽ സന്താന വിഷയത്തിന് വളരാനാണ്. എബോർഷൻ വളരെ ശ്രദ്ധിക്കും. ഈ സമയത്ത് പ്രസവ സമയത്ത് വിധേയമാക്കപ്പെടുന്ന സ്ത്രീ ചിങ്ങൻ രാശിയാണെങ്കിൽ വളരെ പെട്ടെന്നൊരു സർജറി, സിസേറിയൻ ശസ്ത്രക്രിയക്ക് വിധേയമാകുന്ന അവസ്ഥയൊക്കെ വരും. അല്ലെങ്കിൽ തന്നെ ചൊവ്വ BP-യുടെ കാരകനാണ്. പെട്ടെന്ന് മാസം എത്താതെ പ്രസവിക്കുക ചിങ്ങൻ രാശിക്കാർക്ക്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇവിടെ സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. സുബ്രഹ്മണ്യ പ്രീതി, സുബ്രഹ്മണ്യന് ഇരട്ടിപ്പായസം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഓം വജത് ഭുവേ നമഃ എന്ന് പ്രാർത്ഥിക്കുക. പലപ്പോഴും സന്താന സംബന്ധമായ അരിഷ്ടതകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ 11-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്, അത് വളരെ അനുകൂലമായി ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമാക്കി വരുന്നതാണ്. പുതിയ ജോലി സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ നല്ലതാകാം. പക്ഷേ ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്ന വാരമാണ്. അതിനാൽ ശത്രുമുട്ട് ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കുന്നതും വളരെ അനുകൂലമാണ് എന്നറിയുക. നന്ദി, നമസ്തേ.